സാർ, ഈ മുംബൈയിലെ ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ എന്തൊക്കെയോ നടക്കുന്നു എന്നാണ് അറിയുന്നത്. അവിടെ പുതിയ സർക്കുലർ അടക്കം ഇറക്കിയിരിക്കുന്നു എന്നതാണ്. എന്താണ് സാർ ആ ഒരു വിഷയത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? എന്താണ് ആ സർക്കുലർ? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് തുടങ്ങി വെച്ചത് ടാറ്റക്കാരാണ്. പക്ഷേ ഇപ്പോൾ അത് ടാറ്റയുടെ കയ്യിലല്ല. ഇപ്പോൾ അതുള്ളത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വിഭാഗമായിട്ട് പറയാം നമുക്കത്. അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഈ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോറം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഫോറമുണ്ട്. അത് ലാസ്റ്റ് 12 കൊല്ലമായിട്ട് ഈ ടിസ്സിൻ്റെ ക്യാമ്പസിൽ ഇവർ ഓരോരോ ആക്ട് നടത്തിക്കൊണ്ടുവരിക, ധർണ നടത്തുക, അത് കഴിഞ്ഞ് ഈ BBC-യുടെ സ്ക്രീനിങ്, സിനിമകളുടെ സ്ക്രീനിങ് നടത്തുക, മോദി ഗവൺമെൻറ് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്, കലാപരിപാടിയാണ്. അപ്പോൾ ഈ മെമ്മറാണ്ടം ഓഫ് അഗ്രിമെൻറ്റ് ഇപ്പോൾ പറഞ്ഞേക്കണത് എല്ലാ സ്റ്റുഡൻസും സൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർ ഓൾറെഡി അവരുടെ ഇതിൽ ഉണ്ടായിരുന്നു. ഈ ഓണർ കോഡ് ഓഫ് ഐഡിയൽസ് ആൻഡ് റൂൾസ് ഗവർണിംഗ് ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, പ്ലേജറിസം ചെയ്യാൻ പാടില്ല, കോപ്പിങ് ചെയ്യാൻ പാടില്ല, റാഗിങ് ചെയ്യാൻ പാടില്ല, കമ്മിറ്റിംഗ് ഓഫ് സൈബർ ഒഫൻസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കുറേ ഇവരുടെ കണ്ടീഷൻസ് ഉണ്ട്. ഇൻഡീസെൻറ്റ് കണ്ടക്റ്റും അതിൽ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഓണർ കോണ്ടക്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് പഴയ സാധനം തന്നെയാണ്, സൈൻ ചെയ്യാൻ പോകണം ഒന്നും കൂടി എന്നിട്ട് ക്ലാരിറ്റി കൊടുത്തേക്കാണ് അവിടുത്തെ ടിസ്സുകാർ. ഈ ഓണർ കോഡ് ഈ പ്ലഡ്ജ് എടുക്കണം. സ്റ്റുഡൻസ് ആരായാലും ജോയിൻ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രിറ്റി, അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയും എത്തിക്കൽ ബിഹേവിയറിനെ പറ്റിയിട്ടും ചെയ്യണം എന്നുള്ളതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു വൺ ഫാക്റ്റാണ്. ധർണ നടത്താൻ പാടില്ല, പ്രൊട്ടസ്റ്റ് നടത്താൻ പാടില്ല, ഭാരതദേശത്തിൻ്റെ വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് പറയുന്നത്. അതിലൊരു പാർട്ടി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മലയാളിയെ തോന്നുന്നുണ്ട്, പേര് കേട്ട് അറിഞ്ഞൂടാ. ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, രാംദാസ് KS എന്നുണ്ട്, ഈ PSF-ൻ്റെ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ. ആളെ പിടിച്ച് പുറത്തേക്കാക്കിയായിരുന്നു അവിടുന്ന് ഫോറത്ത്, പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോറന്ന് ടിസ്സുകാർ പിടിച്ച് പുറത്താക്കി. അതിപ്പോൾ കോടതിയിൽ കേസ് നടന്നിട്ടിരിക്കുകയാണ് ആ കേസിൽ. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇപ്പം നമ്മുടെ നാട്ടിലെ SFI-ക്കാരായാലും KSU-ക്കാരായാലും ABVP-യും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ്. ഞാനിപ്പോൾ പഠിച്ചതെല്ലാം ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഒരു കാലത്ത് ഉസ്മാനിയയിലുള്ള യൂണിയൻസ് വേറെ എവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ABVP-യും അതും ഇതും കത്തിക്കുത്തും അതും കൊലപാതകം എല്ലാം നടന്നിട്ടിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ ആക്ടിവിറ്റി അങ്ങനത്തെ പരിപാടിയില്ല അവിടെ. യൂണിയനൊക്കെ ഉണ്ട് പേരിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അവരവരുടെ ഓരോ പ്രോഗ്രാം നടത്തും. അതല്ലാണ്ട് ഇത് ഈ മാതിരി കയറി തല്ലുപിടിക്കാനോ അടിയുണ്ടാക്കാനോ അടിപിടി ഉണ്ടാക്കാനോ ഒന്നും അവർ പോകാറില്ല അവിടെ. ഇപ്പോൾ ടിസ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്ത് പറ്റുന്നത്, ടിസ് എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി ടാറ്റ ട്രസ്റ്റാണ് ആദ്യം മാനേജ് ചെയ്തതെന്ന്, ടാറ്റ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു നോമിനി ചെയർപേഴ്സണായിട്ട് ഈ ഗ്രൂപ്പിൻ്റെ മുകളിൽ ഇതിൽ ഇരിക്കുകയായിരുന്നു ഈ ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിൻ്റെ. അപ്പോൾ ഈ പുതിയൊരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിസ് സൊസൈറ്റിയാണ് നടത്തുന്നത്. അത് ചെയർമാൻ ആയത് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. ബിക്കോസ് ഇതൊരു പുതിയൊരു കണ്ടീഷൻ വന്നായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ നിന്ന് 50%-നെക്കാട്ടും കൂടുതൽ ഗ്രാൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വരും. അപ്പോൾ ഈ ലീഗലി ബൈൻഡിങ് അഗ്രിമെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്ട്രിഞ്ചൻ്റ് ആക്കിയിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ കുറേ കാലമായിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും JNU മാതിരി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഇവിടെ ടിസ്സിലും നടക്കാറുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റിയെ ധർണയിൽ അടച്ചിടുക, റൂമിനുള്ള അടച്ചിടുക, ധർണ ചെയ്യുക, അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ നിർത്തി, ഇനി വേണ്ടാന്ന് വിചാരിച്ചു. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് മതി. അപ്പോൾ ഈ പറഞ്ഞ ഇവരുടെ അലുമിനയിൽ കുറേ പേരുണ്ട് കേട്ടോ, പേര് പറഞ്ഞാൽ അറിയാം, മേധാ പാട്കർ, ഇവരൊരു അലുമിനയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനത്തെ പാർട്ടികളാണ് അവിടെ നിന്ന് ഇറങ്ങണ, പുറത്തേക്ക് വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ കമ്മ്യൂണിറ്റി, ഈ സ്റ്റുഡൻസും അലുമിനയും, അവർ അലുമിന നല്ല പവർഫുൾ അലുമിനയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിൽ, കുറേ ഈ ബുദ്ധിജീവികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ സിറ്റുവേഷൻ വരാൻ കാരണം അവിടെ നടന്ന ധർണയും അവിടെ നിന്ന്. അപ്പം ഞാനിതൊരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്, നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ്, നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോഴാണ് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മുടെ അവിടെയും കൊടുക്കുന്ന പാലക്കാട് നടന്ന ഇൻസിഡൻറ്റോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി യൂണിവേഴ്സിറ്റിയിൽ കുറേ പ്രിൻസിപ്പളിനെ കയറി തല്ലിയതും, ഇപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പളിനെ അല്ലെങ്കിൽ മറ്റേ പ്രൊഫസേഴ്സിനെ തെറി വിളിക്കലും, പിന്നെ ഈ വേറെ കുറേ പരിപാടികൾ നമ്മുടെ നാട്ടിൽ അങ്ങേമാതിരി ഒരു അഗ്രിമെൻറ്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന എന്താണ് അതിന് തെറ്റ്? നമ്മുടെ അതിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള, ഒരു കാസർഗോഡ് അടുത്തൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയും ഈ ബാധകമായിക്കൂടെ ഈ റൂൾസൊക്കെ റെഗുലേഷൻസൊക്കെ ഇത് കൊണ്ടിട്ടാണ്. എല്ലാ യൂണിയനും എല്ലാ കോളേജിലും എല്ലാ ഇതിലും ഇത് ഡിസിപ്ലിൻ കൊണ്ടുവരാനാണ്. നമ്മളൊരു കോളേജിൽ പഠിക്കാനാണ് വരുന്നത്,
അല്ലാണ്ട് ധർണ ചെയ്യാനോ അല്ല വേറെ പരിപാടിക്കല്ല വരുന്നത്. പൊളിറ്റിക്സിൽ ഒരു കരിയർ ഉണ്ടാക്കാനല്ല വരുന്നത്. നമ്മുടെ നാട്ടിൽ പ്രോബ്ലം എന്നാൽ ഇപ്പോഴുള്ള നേതാക്കന്മാരൊക്കെ KSUം SFI നിന്ന് കയറി വന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതാണ് ഒരു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ജോലി ഇല്ലാത്തവൻ അവൻ എന്ത് ചെയ്യും? ആദ്യം ഇതിൽ കയറും, കോളേജിൽ കയറി യൂണിയൻ സെക്രട്ടറി, പ്രസിഡന്റ് ഒക്കെ ആവും. അവിടുന്ന് അവന് മനസ്സിലാവും ഒരു MLA പൊസിഷൻ കിട്ടുന്നു, അവിടുന്ന് അവൻ മന്ത്രിയാവും. അപ്പോൾ ഇതിന് മുമ്പ് വന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം നമ്മളും അതുമാതിരി ആവാന്നുള്ളതാണ്. പക്ഷെ പഠിപ്പിക്കൽ ഒക്കെ അതാണ് നമ്മുടെ കേരളത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ഒന്ന് റാങ്കിൽ വരുന്ന ആരും കാണാൻ തന്നെ ഇല്ല. ടോപ്പ് റാങ്ക്സിൽ ഇപ്പോൾ അടുത്ത് വന്ന സ്റ്റഡിയിൽ എവിടെയും കണ്ടില്ലേ നമ്മൾ. ഒരു IITയിൽ എന്താണ് ഇതുമാതിരി ധർണ നടക്കാത്തത്? എന്താണ് IIMൽ ഇതുമാതിരി ധർണ നടക്കാത്തത്? എന്താണ് ഇതുമാതിരി ഈ പറഞ്ഞ ഹർത്താൽ ഒളിക്കാത്തത്? എന്താണ് പ്രിൻസിപ്പളിനെ തല്ലാത്തത്? ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ക്ലാരിറ്റി ഉണ്ട് അവർക്ക്. അതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് സാർ, ആയിട്ടുള്ള കാര്യം. അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ. ഇവർ വിമർശനാത്മകപരമായി ഇതിനെ വിലയിരുത്തുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത്, അല്ലെങ്കിൽ SFI ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ പറയുന്നത് ഭരണഘടനാപരമായ അവകാശമാണ് പ്രൊട്ടസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ധർണ നടത്തുക എന്നുള്ളത്, സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ്, ഭരണഘടനാ വിരുദ്ധമായാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു വിമർശനം ഇവർ ഉയർത്തുന്നുണ്ട്. അതിൽ വല്ല കഴമ്പുമുണ്ടോ സാർ? നിങ്ങൾ കോളേജിൽ പഠിക്കാൻ വരികയാണോ അതോ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ധർണ നടത്താൻ വരികയാണോ? പഠിക്കാനല്ല വരണം. അച്ഛനമ്മമാർ ഒരു കുട്ടി എന്തിനാ കോളേജിലേക്ക് പറഞ്ഞയക്കുക? പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ശരി, അവിടെ എന്തെങ്കിലും ഒരു ഇല്ലീഗലായിട്ട് കാര്യം നടന്നു, അതിനൊരു യൂണിയൻ വെച്ച് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഒരു പെറ്റീഷൻ കൊടുത്ത് അതിനെ ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. മെസ്സിലെ ഫുഡ് ശരിയല്ല, അല്ലെങ്കിൽ അവിടുത്തെ AC വർക്ക് ചെയ്യുന്നില്ല, അവിടുത്തെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല മെസ്സിൽ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വെള്ളം വരുന്നില്ല. ഇതൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ജെന്യുവൻ റീസൺ ആണ്. അല്ലെങ്കിൽ ശരിക്കുള്ള പ്രൊഫസേഴ്സ് ഇല്ല, ആരും പഠിപ്പിക്കുന്നില്ല, ഒക്കെ കോൺട്രാക്റ്റിലുള്ള പ്രൊഫസേഴ്സാണ്. ഇതൊക്കെ ചെയ്യേണ്ടതാണ്, അതിനൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ ഭരണഘടന തന്ന എന്ത് ഭരണഘടന തന്നു? എല്ലാവർക്കും തന്നാണ്, നിങ്ങൾക്കും തന്നേക്കണം. നിങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫസേഴ്സിനും അധികാരമുണ്ട്, നിങ്ങളുടെ അടുത്തുള്ള ചായക്കടക്കാരനും അധികാരമുണ്ട്. നിങ്ങൾ അവിടെ പോയി അവനെ തല്ലണേന്ന് വരും. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഉണ്ട്, പക്ഷേ സ്റ്റുഡൻസിന് മാത്രമല്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രോബ്ലം എന്താണെന്ന്, ഇവരൊക്കെ കയറി വരുന്നത് പൊളിറ്റിക്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നാട്ടിൽ സ്ഥിരം ജോലിയൊന്നും ഇല്ല ആർക്കും. ആകെയുള്ളത് ഖദർ ഷർട്ട് ഇട്ടിട്ട് നമ്മുടെ സന്ദേശം സിനിമ ഉണ്ടായിരുന്നില്ല, ശ്രീനിവാസനും ജയറാമിൻ്റെ, അതുമാതിരിയാണ്. കാലത്ത് എറ്റ് കഴിഞ്ഞാൽ ഒരു ഖദർ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങുക പരിപാടി, പിന്നെ മുദ്രാവാക്യം വിളിയും ഇതും പരിപാടിയും ചായയും പരിപ്പുവടയും തിന്ന് അവസാനം വീട്ടിൽ വന്ന് ഈ പറഞ്ഞ ഒരു ജോലിയില്ല. ഇതാണ് ജോലി. ബിക്കോസ് അവൻ്റെ ഒരു ഫ്യൂച്ചർ പിരിവ് നടത്തുക, അതിന്ന് കാശുണ്ടാക്കുക. ഇതാണ്, പഠിക്കാനല്ല പോകുന്നത്. നമ്മൾ അതാണ് പറഞ്ഞത്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ബ്രില്യൻസ് വരുന്നത് ഈ പ്രൊട്ടസ്റ്റിൽ കൂടെ അല്ല. അതാണ് നമ്മൾ കണ്ടു. JNUവിൽ ഒരു കാലത്ത് എന്തായിരുന്നു പ്രൊട്ടസ്റ്റ്? ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ എല്ലാം നിർത്തിയില്ല, കലാപരിപാടികളൊന്നുമില്ല. പക്ഷെ അവിടെ ഇപ്പോഴും യൂണിയൻ ഉണ്ട് കേട്ടോ സാർ. അപ്പോൾ ഈ ഭരണഘടനാപരമായ അവകാശം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും സാർ, ഈ JNUവിലൊക്കെ നടക്കുന്ന ചില പ്രൊട്ടസ്റ്റുകളുണ്ട്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം. ഇപ്പം കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ബില്ല് കൊണ്ടുവരുമ്പോൾ, CAA പോലുള്ള ബില്ലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഡൽഹിയെ ആകെ കത്തിക്കുന്ന വിധത്തിൽ ഇവർ ഈ JNU ഒക്കെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു. JNUവിനകത്ത് പോലീസിന് കടക്കാൻ പാടില്ല, അവർ കടന്നു കഴിഞ്ഞാൽ അത് ആകെ വലിയ പ്രശ്നമാകുന്നു. ഈ JNUവിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിലും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഇത്തരം ബില്ലുകൾ അനിവാര്യമാണ്, അല്ലെങ്കിൽ ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനിവാര്യമാണ് എന്ന് തന്നെയല്ലേ സാർ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പ്രാർത്ഥന. അവിടെ എവിടെയും പോയിട്ടില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അത് ഇവർക്ക് നടപ്പാക്കാൻ പേടി യൂണിവേഴ്സിറ്റിയിലെ അധികാരികൾ. അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്, പിടിച്ച് പുറത്തേക്കാക്കാൻ റൈറ്റ് ഉണ്ട്, റസ്റ്റിക്കേറ്റ് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. പക്ഷെ അവർ ചെയ്യില്ല. ബിക്കോസ് ഇവരുടെ പിന്നിൽ നിൽക്കണം, ഈ പയ്യന്മാരെ പിന്നിൽ നിൽക്കണ വലിയ വലിയ പൊളിറ്റീഷ്യൻസ് ആണ്. അതാണ് ഇവർക്ക് പേടി. അവരെ തൊട്ട് കഴിഞ്ഞാൽ ഇവരെ തൊപ്പി തെറിക്കുന്നതാണ് ഇവർക്ക് പേടി. അതാണുള്ളത്. അപ്പം ഞാൻ പിന്നെയും പറയാൻ കാരണം, നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, അതിലൊരു സംശയമില്ല. പക്ഷെ നിങ്ങളതൊരു റൈറ്റാക്കി എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ റൈറ്റ് ഉള്ളത് മറ്റവനും അതേമാതിരിയുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഫസേഴ്സിനുണ്ട്, നിങ്ങളുടെ കോളേജ് നടത്തുന്ന ആൾക്കാർക്കുണ്ട്, അവർക്ക് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. എല്ലാവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല. നിങ്ങൾ ധർണ ചെയ്യാമെന്നാണ് അവർ പിടിച്ച് പുറത്തേക്കാക്കൾ, അവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. അത് മറക്കരുത്. അല്ലാണ്ട് നിങ്ങൾ ആരുടെ മേലും കുതിര കയറാൻ വരരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ടിസ് കൊണ്ടുവന്ന മാതിരിയുള്ള റൂള് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുവരണം. ഉള്ള റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
സാർ, ഈ ഉള്ള റൂൾസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാൻ ഇവർ എന്തിനാണ് ഈ ഭയക്കുന്നത്? കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലടക്കം ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കേന്ദ്ര സർവകലാശാലകളിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ? ആ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സാർ. സർ, ചെയ്യേണ്ടതാണ്, അതിലൊരു സംശയമില്ല. സ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടതാണ്. ഇപ്പം നാളെ ഞാൻ പറയട്ടെ, ആർമിയിൽ ഒരു യൂണിയൻ ഉണ്ടോ? അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ ഏത് യൂണിയൻ ഉണ്ടോ? ആർമി നടത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, അവിടെ എന്തെങ്കിലും ഇതുമാതിരി യൂണിയൻ ഉണ്ടോ? ഇല്ലല്ലോ. വേറെ കുറേ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നന്നായിട്ട് നടക്കുന്നത്. അവിടെയൊന്നും ഇതില്ല. ഇത് ഈ പ്രോബ്ലം എവിടെ വരണതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പൊളിറ്റിക്കൽ കരിയർ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഓരോ പരിപാടിയാണിത്. ഇത് നിർത്തേണ്ട സമയം. പഠിക്കുന്നവർ പഠിക്കാൻ വരണം, പഠിച്ചിട്ട് പുറത്തേക്ക് പോകണം. വേറെ ഒന്നല്ല, അവർക്ക് ചെയ്യേണ്ട വേറെ ഒന്നല്ല. എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഈ പഠനം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ പുരോഗമനത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന് നല്ല രീതിയിൽ വളർന്നു വരാനും അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനുമുള്ള ഒരു നല്ല മാർഗ്ഗമാണ്. അതിലേക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റുകയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില രാജ്യവിരുദ്ധമായ താല്പര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാവുന്നു. എന്തായാലും ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള സർവകലാശാലകളെല്ലാം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും മറ്റു സർവകലാശാലകൾ അത് കൊണ്ടുവരികയും ചെയ്യണം എന്ന് തന്നെയാണ് സാറിൻ്റെ ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി സാർ. നമസ്കാരം.